ഹായ് എവരി വൺ. അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ്. അതിൽ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രോബ്ലംസ് ചെയ്തു കഴിഞ്ഞു. അതായത് ഫസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്തു. രണ്ടാമത്തെ വീഡിയോ അതിൽ വേറെ കുറച്ച് ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സസൈസ് 3.2 ഉള്ള ക്വസ്റ്റ്യൻ ആണ്. tan x equal to -5/12 tan x equal to -5/12 x lies in second quadrant. x lies in second quadrant. അപ്പൊ tan നെഗറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം എവിടെ ആയിരിക്കും ഉണ്ടാവുന്നെങ്കിൽ ASTC റൂൾ വെച്ചിട്ട് ഒന്നി സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും. അതായത് ക്വസ്റ്റ്യനിൽ തന്നത് x lies in second quadrant. അപ്പൊ ചോദിച്ചിട്ടുള്ളത് find the values of other 5 trigonometric functions. Find the values of other 5 trigonometric functions. Other 5 എന്ന് പറയുന്നത് sin, cos, cosec, sec, cot. അപ്പോൾ ASTC റൂൾ അറിഞ്ഞിരിക്കണം ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ. ASTC റൂള് അതായത് ഇവിടെ എല്ലാം ഓൾ പോസിറ്റീവ്, ഇവിടെ സൈൻ പോസിറ്റീവ്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ ഇവിടെ എല്ലാം പോസിറ്റീവ്. ഇവിടെ സൈൻ മാത്രം പോസിറ്റീവ്, ഇവിടെ ടാൻ മാത്രം പോസിറ്റീവ്, ഇവിടെ കോസ് മാത്രം പോസിറ്റീവ്. ASTC റൂൾ വരുമ്പോൾ ഇവിടെ കൊസീക്ക് സീക്ക് കോട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ഏത് വെച്ചാണ് നോക്കുന്നത്? സൈന് പോസിറ്റീവ് ആണെങ്കിൽ കൊസീക്കും പോസിറ്റീവ്, അതുപോലെ കോസ് പോസിറ്റീവ് ആണെങ്കിൽ സീക്കും പോസിറ്റീവ്. അത് നോക്കുന്നില്ല. ഇവിടെ സൈന് കോസ് ടാനിന്റെ കേസാണ് പറയുന്നത്. ഇവിടെ ഓൾ പോസിറ്റീവ്, ഇവിടെ സൈൻ പോസിറ്റീവ്, ഇവിടെ ടാൻ, ഇവിടെ കോസ്. അപ്പൊ ഇത് ചോദിച്ചിട്ടുള്ളത് അതർ 5 ടാൻ തന്നു. 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അല്ലേ ഉള്ളത്. അതിൽ ഒന്ന് തന്നു, ഈ ബാക്കി 5 എണ്ണം കണ്ടെത്താനാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല പറയുന്നത് 1 + tan square x = sec square x. 1 + tan square x = sec square x. ചില പ്രോബ്ലം നമ്മൾ ഏത് ഉപയോഗിക്കും? 1 + cot square x = cosec square x. 1 + cot square x = cosec square x. അതായത് cot x ന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് അങ്ങനെ തുടങ്ങും. ഇവിടെ tan ആയതുകൊണ്ട് 1 + tan square x = sec square x അങ്ങനെ തുടങ്ങി. അപ്പൊ എന്ത് ലഭിക്കും? 1 + -5/12 whole square = sec square x എന്ന് ലഭിക്കും. അപ്പൊ എന്താണിത്? 1 + 5/12 whole square എന്ന് പറയുന്നത് 1 + 25/144 = sec square x. ഇതെന്ന് പറയുന്നത് 169/144 = sec square x. sec x എന്ത് ലഭിക്കും? sec x ± √169/144 എന്ത് ലഭിക്കും? √169 എത്രയാണ്? അതായത് ഇതിനെ സ്പ്ലിറ്റ് ആക്കി എഴുതിക്കൂടെ? √169/√144. അപ്പൊ എന്ത് ലഭിക്കും? √169 എന്ന് പറയുന്നത് 13 ± 13 √144 എന്ന് പറയുന്നത് 12. അപ്പൊ ± ഇതിങ്ങനെ ഈ ഒരു ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ റൂട്ട് കാണുമ്പോൾ ± എഴുതണം. പക്ഷെ ഈ ഒരു കേസില് x is in സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റില് സീക്ക് എന്താണല്ല കോസ് എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്. അങ്ങനെയാണ് സീക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സി അതായത് x lies in second quadrant, therefore sec x = -13/12 എന്ന് ലഭിക്കും. അതായത് അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ എഴുതണം. x lies in second quadrant, therefore sec x = -13/12. sec x = -13/12 ലഭിച്ചാൽ cos x എന്താണ്? cos x = 1/sec x = 1/-13/12 -12/13. അതായത് cos x ലഭിച്ചാൽ പിന്നെ sec x ലഭിച്ചാൽ cos x പെട്ടെന്ന് കണ്ടെത്താം. നമുക്ക് cos x ലഭിച്ചു. അതുപോലെ tan x = -5/12 എന്നുള്ള ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റിയ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഏതാണ്? cot x. അതായത് ഇത് തരികയാണെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ കാണേണ്ടത് cot x ആണ്. അതിന് ശേഷം ഈ ഒരു ഫോർമുല വെച്ച് sec square x, അതായത് ഏതും കാണാം, ഫസ്റ്റ് ഏതും കാണാം. അതല്ല ഒരു സൗകര്യത്തിന് വേണ്ടി പറയുന്നതാണ്. ടാന് തരുമ്പോൾ അതിന്റെ ഒരു ഒപ്പം വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോട്ട്, അത് കാണുന്നതാണ് ഫസ്റ്റ് കാണുന്നത് നല്ലത്. അപ്പോൾ ഫസ്റ്റ് കോട്ട് എക്സ് നമ്മൾ എന്ത് ലഭിക്കും?
കോട്ട് എക്സ് സമം 1 ബൈ ടാൻ എക്സ് ഈക്വൽ ടു 1 ബൈ മൈനസ് 5 ബൈ 12 ഈക്വൽ ടു മൈനസ് 12 ബൈ 5 എന്ന് ലഭിക്കും. കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് 12 ബൈ 5. കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് 12 ബൈ 5 എന്ന് ലഭിക്കും. കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് 12 ബൈ 5 എന്ന് ലഭിക്കും. അതുപോലെ സീക്ക് എക്സ് എന്ത് ലഭിച്ചു? മൈനസ് സീക്ക് എക്സ് ഈക്വൽ ടു മൈനസ് 13 ബൈ 12 മൈനസ് 13 ബൈ 12. അതുപോലെ ടാൻ കോട്ട് ലഭിച്ചു, സീക്ക് ലഭിച്ചു. ഇനി മൂന്നെണ്ണം കൂടി ലഭിക്കണം. സൈന്, കോസ്, കൊസീക്ക്. സൈന്, കോസ്, കൊസീക്ക്. ഇതുപോലെ സീക്ക് എക്സ് എന്ത് ലഭിച്ചു? കോസ് എക്സ് ലഭിച്ചു. സീക്ക് എക്സ് 1 ബൈ സീക്ക് എക്സ് എന്ന് എടുക്കുമ്പോൾ കോസ് എക്സ് ലഭിച്ചു. അത് എന്ത് ലഭിച്ചു? മൈനസ് 12 ബൈ 13. അതായത് ഇവിടെ നോക്കിയിട്ട് തന്നെ എഴുതാൻ പറ്റും. ഈ ഒരു സംഖ്യ തിരിച്ചിടുക, മൈനസ് ആണെങ്കിൽ മൈനസ് തന്നെ ഇടുക, പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെ ഇടുക. അപ്പൊ കോസ് എക്സ് ലഭിച്ചു മൈനസ് 12 ബൈ 13. അപ്പൊ അത്രയും ലഭിച്ചു. ഇനി ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണല്ലോ. ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ്. അപ്പൊ സൈൻ എക്സ് എന്ത് ലഭിക്കും? ടാൻ എക്സ് കോസ് എക്സ് എന്ന് ലഭിക്കും. സൈൻ എക്സ് സമം ടാൻ എക്സ് കോസ് എക്സ്. ടാൻ എക്സ് എത്രയാണ്? മൈനസ് 5 ബൈ 12 ഇൻറ്റു മൈനസ് 12 ബൈ 13 ഈക്വൽ ടു ഈ 12 പോയി ഇവിടെ മൈനസും മൈനസും പോവും. അപ്പൊ ലഭിക്കുക 5 ബൈ 13. സൈൻ എക്സ് ഈക്വൽ ടു 5 ബൈ 13. സൈൻ എക്സ് ഈക്വൽ ടു 5 ബൈ 13. ഇനി സൈൻ എക്സ് ലഭിച്ചാൽ പെട്ടെന്ന് ലഭിക്കുന്ന ഏതാണ്? കൊസീക്ക് എക്സ്. സൈൻ എക്സ് ലഭിച്ചാൽ കൂടെയുള്ള കൊസീക്ക് എക്സ് ലഭിക്കും. കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് 1 ബൈ സൈൻ എക്സ്. കൊസീക്ക് എക്സ് ഈക്വൽ ടു 1 ബൈ സൈൻ എക്സ് ഈക്വൽ ടു 1 ബൈ 5 ബൈ 13 ഈക്വൽ ടു 13 ബൈ 5. കൊസീക്ക് എക്സ് ഈക്വൽ ടു 13 ബൈ 5. 1 2 3 4 5. അതായത് അതർ 5 ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ വാല്യൂസ് ലഭിച്ചു. അതർ 5 ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ വാല്യൂസ് ലഭിച്ചു. അപ്പൊ എന്താണ് തന്നിരുന്നത്? ടാൻ എക്സ്. ടാൻ എക്സ് തരാണെങ്കിൽ പെട്ടെന്ന് ഏത് കാണാം? കോട്ടെക്സ് കാണാം. ടാൻ എക്സ് തരാണെങ്കിൽ പെട്ടെന്ന് കോട്ടെക്സ് കാണാം. ഇനി സൈൻ എക്സ് തരാണെങ്കിൽ പെട്ടെന്ന് കൊസീക്ക് എക്സ് കാണാം. അതുപോലെ കോസ് എക്സ് തരാണെങ്കിൽ പെട്ടെന്ന് സീക്ക് എക്സ് കാണാം. അതിനുശേഷം നമ്മൾ ഏത് ഈ ഒരു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. അതുപോലെ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ എക്സ്. അതായത് ഇവിടെ എഴുതുന്നുണ്ട് ടാൻ തരികയാണെങ്കിൽ അതിന് 1 ബൈ കണ്ടാൽ കോട്ട് ലഭിക്കും. ഈ കോട്ട് തരികയാണെങ്കിൽ 1 ബൈ കണ്ടാൽ ടാൻ ലഭിക്കും. അപ്പൊ ഫസ്റ്റ് ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. ആ വാല്യൂ തന്നെ നേരെ 1 ബൈ കണ്ടാൽ ലഭിക്കും. പിന്നെ ഓരോന്ന് കാണാനുള്ള ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുല ആയിരിക്കും. ഒന്നെങ്കിൽ ഈ ഒരു ഫോർമുല 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ എക്സ്. അതുപോലെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാത്തിലേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ ഈ ഒരു ഫോർമുലയും കൂടി വേണമെങ്കിൽ ആവശ്യമായിട്ട് വരും. ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. അതുപോലെ കോട്ട് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ബൈ കോട്ട് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ബൈ സൈൻ എക്സ്. അപ്പൊ ഈ ഇത്രയും ഫോർമുല അതിൽ ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ക്വയറുകളാണ് വരുന്നത്. അതിന്റെ റൂട്ട് കാണുമ്പോൾ ആദ്യം നമ്മൾ പ്ലസ് ഓർ മൈനസ് എന്ന് പറയാം. എന്നിട്ട് എക്സ് ലൈസ് ഇന്ന ഒരു ക്വാഡ്രന്റ്, ഏതെങ്കിലും ഒരു ക്വാഡ്രന്റ് ആയിരിക്കുമല്ലോ. ആ ക്വാഡ്രന്റിൽ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് വെച്ചാൽ therefore അതായത് എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഫോർത്ത് അങ്ങനെ പറയാം. therefore ആ ഒരു സംഭവത്തിന്റെ കോട്ടിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ സീക്കിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ടാനിന്റെ അങ്ങനെ അല്ലെങ്കിൽ കൊസീക്കിന്റെ ആണെങ്കിൽ ഏതാണെങ്കിൽ ആ വാല്യൂ therefore ഈക്വൽ ടു പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് എഴുതുക. ASTC റൂൾ വെച്ച് നോക്കുക. ASTC റൂൾ വെച്ചിട്ട് അവിടെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കിയിട്ട് എഴുതുക. അതായത് ഇവിടെ സ്ക്വയർ എന്നുള്ള വാല്യൂ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് എന്നാണ് ലഭിക്കുക. എന്നിട്ട് എക്സ് ലൈസ് ഇൻ ഒരു പെർട്ടിക്കുലർ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ട് therefore
അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് എഴുതുക. അതിനുശേഷം അടുത്തുള്ള ഓരോ ഇതും അതിന് അത് വെച്ചിട്ട് അടുത്തുള്ള ഓരോ ഈ ഫോർമുല ഏതെങ്കിലുമൊക്കെ ഒരു ഫോർമുല വെച്ച് പെട്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ എല്ലാത്തിനും 1 ബൈ ടാൻ എന്ന് പറയുന്നത് കോട്ട്, 1 ബൈ കോസ് എന്ന് പറയുന്നത് സീക്ക്, 1 ബൈ സൈൻ എന്ന് പറയുന്നത് കൊസീക്ക്. അതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എല്ലാ വാല്യൂസും കണ്ടെത്താവുന്നതാണ്. ബാക്കി 5 കണ്ടെത്താവുന്നതാണ്. സൈൻ എന്ന് പറയുന്നത് ഇത് നോക്കുക, ASTC റൂൾ വെച്ച് നോക്കുക. ഇനി അതിലെ അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് സൈൻ 765 ഡിഗ്രി. സൈൻ 765 ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. സൈൻ 765 ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ 720 പ്ലസ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? അതായത് ഒരു 360 പ്ലസ് അല്ലെങ്കിൽ 720 പ്ലസ് അല്ലെങ്കിൽ അതായത് 720 എന്ന് പറയുന്നത് 2 into 360 അല്ലെങ്കിൽ 3 into 360 പ്ലസ് സംതിങ് ഒക്കെ എഴുതുകയാണെങ്കിൽ വാല്യൂ എന്തെന്നെ ആയിരിക്കും? പ്ലസ് കഴിഞ്ഞിട്ട് എന്താണോ ഉള്ളത് സൈൻ 360 പ്ലസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് തന്നെയാണ്. സൈൻ 360 പ്ലസ് എന്ന് പറയുന്നത് സൈൻ എക്സ് തന്നെയാണ്. അതായത് 360ന്റെ മൾട്ടിപ്പിൾ കഴിഞ്ഞിട്ട് ഒരു വാല്യൂ വരികയാണെങ്കിൽ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ വാല്യൂ തന്നെയാണ്. അതായത് സൈൻ ഇവിടെ എക്സ് 360 പ്ലസ് അതായത് ഏതോ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും n പൈ പ്ലസ് എക്സ് ഏതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ n പൈ പ്ലസ് എക്സ് കാണുകയാണെങ്കിൽ ലഭിക്കുക എക്സ് എന്നുള്ളതാണ്. ഇവിടെ സൈൻ ആകാം, കോസ് ആകാം, സീക്ക് ആകാം, കോട്ട്, സൈന് കോസ് സീക്ക് കോട്ട് ഏതും ആകാം. ഇവിടെ ഏത് വരാണെങ്കിലും ഇവിടെ സൈന് കോസ് അതായത് എല്ലാം ഈ n പൈ അല്ല 360 n പ്ലസ് ഒന്നെങ്കിൽ 2n പൈ പ്ലസ് എക്സ്, n പൈ എന്നല്ല 2n പൈ പ്ലസ് എക്സ്. അതായത് റേഡിയൻസിൽ വരുമ്പോൾ ഒന്നെങ്കിൽ 2n പൈ പ്ലസ് എക്സ് അല്ലെങ്കിൽ ഡിഗ്രിയിൽ വരുമ്പോൾ 360 n പ്ലസ് എക്സ് ഡിഗ്രി 360 n പ്ലസ് ഡിഗ്രി. റേഡിയനിൽ എഴുതുമ്പോൾ നേരെ ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷെ ഡിഗ്രിയിൽ എഴുതുമ്പോൾ നമ്മൾ ഡിഗ്രിന്ന് കാണിക്കണം. ഡിഗ്രി മെഷറിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൽ എഴുതുമ്പോൾ അതായത് മാത്തമാറ്റിക്സിൽ റേഡിയന്റെ മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു SI യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് റേഡിയന്റെ അല്ല, ആംഗിളിന്റെ SI യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് റേഡിയൻ ആണ്. അപ്പൊ അത് എഴുതുമ്പോൾ പ്രത്യേകിച്ച് യൂണിറ്റിന്റെ സിമ്പിൾ ഒന്നും എഴുതണ്ട. പക്ഷെ ഡിഗ്രി എഴുതുകയാണെങ്കിൽ അതിന്റെ കൂടെ ഡിഗ്രിയുടെ സിമ്പിൾ എഴുതണം. അപ്പൊ ഈ ഒരു സംഭവം ഈ n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. n എലമെന്റ് ഓഫ് z n എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. അപ്പൊ എപ്പോഴും ഒരു 360യുടെ മൾട്ടിപ്പിളിന്റെ പ്ലസ് എന്ന് പറയുന്നത് അതേ പ്ലസ് ഒരു സംഭവം ചെയ്യുമ്പോൾ ആ സംഭവത്തിന്റെ തന്നെ ട്രിഗണോമെട്രിക് വാല്യൂ കണ്ടാൽ മതി. അതായത് ഒരു 360 പ്ലസ് അല്ലെങ്കിൽ 720 പ്ലസ് സൈനോ കോസോ എന്തോ ആയിക്കോട്ടെ അത് അങ്ങനെ ആ ഒരു വാല്യൂ തന്നെ പ്ലസ് കഴിഞ്ഞിട്ട് എന്താണുള്ളത് അതിന്റെ വാല്യൂ കണ്ടാൽ മതി. അതായത് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു 360 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തി. അപ്പൊ വീണ്ടും പിന്നെ ഇവിടുന്ന് ഒരു പുതിയ തുടക്കം തുടങ്ങുന്ന പോലെ ഇവിടുന്ന് പ്ലസ് ഒരു എക്സ് 3x എന്ന് പറയുന്നത് ഇവിടുന്ന് ആ ഒരു എക്സിന്റെ വാല്യൂ കാണുന്ന പോലെ തന്നെയാണ്. ഇനി 2 360 കഴിഞ്ഞു. 2 360 എന്ന് പറയുന്നത് 2 റെവല്യൂഷൻ കഴിഞ്ഞിട്ട് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സിന്റെ വാല്യൂ കണ്ടാൽ മതി. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2n പൈ പ്ലസ് എക്സ് അല്ലെങ്കിൽ 360 n പ്ലസ് എക്സ് ഡിഗ്രി എന്നൊക്കെ പറയുന്നത് ഈ എക്സിന്റെ വാല്യൂനെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കണ്ടാൽ മതി. എക്സിന്റെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എത്രയാണോ അത് കണ്ടാൽ മതി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സൈൻ 765 എന്ന് പറയുന്നത് സൈൻ 720 പ്ലസ് 45 സൈൻ 720 പ്ലസ് 45 ഡിഗ്രി ഈക്വൽ ടു സൈൻ 45 ഡിഗ്രി. സൈൻ 45 ഡിഗ്രി എത്രയാണ്? 1/√2. അത് അറിഞ്ഞിരിക്കണം. 45 ഡിഗ്രി ഉള്ളത് 45 ഇങ്ങനെയുള്ളതിൽ 1:1/√2 ആണ്. അതുപോലെ
30 ഡിഗ്രി 60 ഡിഗ്രി ഇങ്ങനെയുള്ളത് 1:√3:2 ഇത് അറിഞ്ഞിരിക്കണം. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇതിന് ഏതൊക്കെ എല്ലാം 30 ഡിഗ്രി 60 ഡിഗ്രി അതുപോലെ 45 ഡിഗ്രി 90 ഡിഗ്രി ഇതിൻ്റെയൊക്കെ വാല്യൂസ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ വാല്യൂസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഈ ഒരു റേഷ്യോയിലാണ് വരുന്നത് 1:√3:2. ഈ ഒരു ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ ആയിട്ട് വരുന്നത് 1:√3:2. ഇവിടെ 1:1:√2 ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡിന്റെ റേഷ്യോസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. 1:1:√2 ഇവിടെ 1√3:2. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ sin 45 ഡിഗ്രി = 1/√2. ഞാൻ അതിൽ അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് tan 19π/3. tan 19π/3. അപ്പോൾ ഇതിന് 2π മൾട്ടിപ്ലൈ ആയിട്ട് എങ്ങനെ എഴുതാം? tan 19π/3 എന്ന് പറയുന്നത് tan 18π/3 പ്ലസ് tan 18π/3 പ്ലസ് π/3 അല്ലേ? tan 18π/3 പ്ലസ് π/3 ആണ്. ഇത് എന്ത് ലഭിക്കും? 9 tan 9π പ്ലസ് π/3 tan 9π പ്ലസ് π/3 സോറി 18/3 എന്ന് പറയുന്നത് 6 tan 6π പ്ലസ് π/3. അപ്പൊ ഇത് 2π മൾട്ടിപ്പിൾ ആണല്ലോ, നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 2π മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും കണ്ടാൽ മതി, tan π/3 കണ്ടാൽ മതി. tan π/3 എത്രയാണ്? tan π/3 എന്ന് പറയുന്നത് √3. tan π/3 എന്ന് പറയുന്നത് √3. അപ്പൊ അങ്ങനെയാണ് അതിന്റെ വാല്യൂസ് കാണുന്നത് പറയുന്നത്. അതായത് ഒരു 2π മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് പ്ലസ് സംതിങ് റേഡിയന്റെ കേസിൽ, അതുപോലെ 360യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് പ്ലസ് സംതിങ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആംഗിൾ തന്നെ, അതായത് ഇവിടെ പ്ലസ് π/3 ആയതുകൊണ്ട് π/3 കണ്ടാൽ മതി. 2π മൾട്ടിപ്പിൾ പ്ലസ് π/3 റേഡിയന്റെ കേസിൽ. ഇനി ഡിഗ്രി മെഷറിന്റെ കേസിലാണെങ്കിൽ 360ന്റെ മൾട്ടിപ്പിൾ, അതായത് ഒരു ഇന്റിജർ മൾട്ടിപ്പിൾ ആണ് ഉദ്ദേശിക്കുന്നത്, പ്ലസ് സംതിങ് ആണെങ്കിൽ ആ സംതിങ്ങിന്റെ ട്രിഗണോമെട്രിക് വാല്യൂ കണ്ടാൽ മതി. അതാണ് ഈ ഒരു ആ ഒരു സെക്ഷനിൽ എക്സസൈസ് 3.2 എന്നുള്ള സെക്ഷനിലെ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതില് കുറച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് എക്സസൈസ് 3.2 കുറച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.